തുറമാനമായിട്ട് നമുക്ക് വചനം കേൾക്കാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാം, അത്ഭുതങ്ങളെ കാണാം, പ്രവചനാലോചനകളെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഒരുമിച്ച് നമുക്ക് ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ദിവ്യാരോഗ്യത്തിലും ദീർഘായുസിലും സമ്പന്നതയിലും കർത്താവിനെ സ്തുതിക്കും. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏറ്റുപറഞ്ഞവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് താഴെ ലിങ്ക് ഉണ്ട്, കമന്റിൽ തന്നെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പ്രാർത്ഥനകളിൽ ജോയിൻ ചെയ്യാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന വൻ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് നാം കേട്ടുകൊണ്ട് വരുന്നത്. ഇന്നലെ കേട്ടത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ജഡചിന്തകളിൽ വ്യാപരിക്കാതെ വാഗ്ദത്ത വചനങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു അല്ലേ, ജഡത്തിൽ ചിന്തിക്കരുത്, അതിൽ കുടുങ്ങിപ്പോരും. നമ്മൾ ആത്മാവിൽ ചിന്തിക്കുന്നവരാകണം. അതിന് നമ്മളൊരു ഉദാഹരണം കേട്ടത് ആരെ പറ്റിയാണെന്ന് ഓർക്കുന്നുണ്ട്. ഒരു ഫാമിലിയെ പറ്റി ബൈബിളിൽ നിന്ന് കേട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അബ്രഹാം പിതാവിനെയും സാറായും പറ്റി കേട്ടു. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. പക്ഷെ രണ്ടാമത് അബ്രഹാം എന്ത് ചെയ്തു? തന്റെ ഭാര്യയിൽ വിശ്വസിച്ചു. അവിടുന്ന് ദൈവം അവരെ പണിതെടുത്തു, അവരെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. ഒടുവിൽ സാറാമിച്ചു പറഞ്ഞു, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. എന്നിട്ട് എന്ത് പ്രാപിച്ചവര്? ഓർമ്മയുണ്ടോ? പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. അപ്പൊ വാഗ്ദത്തം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ അത്ഭുതത്തിന് വേണ്ടിയുള്ള ശക്തിയെ നിങ്ങൾ പ്രാപിക്കും. നിങ്ങളുടെ കയ്യിൽ എത്ര പേരുടെ കയ്യിൽ വാഗ്ദത്തം ഉണ്ട്? അവർ മാത്രം ആമേൻ പറഞ്ഞേ. ദൈവത്തിന്റെ വാക്കാണ് ഈ വാഗ്ദത്തം, അഥവാ ദൈവത്തിന്റെ വചനമാണ് വാഗ്ദത്തം. ഇത് കൈ മുറുക്ക പിടിച്ചോണം. ദൈവം വാക്ക് മാറത്തില്ല. അപ്പൊ തുടർമാനമായിട്ട് നമ്മൾ തുടക്കം മുതലേ കേട്ടു, ദൈവം വിശ്വസ്തൻ, ദൈവം വാക്ക് മാറാത്തവൻ. വീണ്ടും വീണ്ടും നമ്മളെ ഊട്ടി ഉറപ്പിക്കുന്ന വചനങ്ങളിലൂടെ നമ്മൾ എന്തിനാണ് ഈ വചനമെല്ലാം കേൾക്കുന്ന അറിയാവോ? എന്തിനാണ് ഈ വചനമെല്ലാം കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ മനസ്സിൽ ഒന്ന് നമുക്ക് വിശ്വാസം വർദ്ധിക്കണം. രണ്ട്, നമ്മുടെ ബുദ്ധി മണ്ഡലങ്ങളിൽ നമുക്കൊരു കർത്താവ് ഉണ്ടെന്നും ആ ദൈവം എങ്ങനെയുള്ള ദൈവമെന്നും കർത്താവ് യേശു പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഒരു അറിയേണ്ട ഒരു അറിവാണ്. യേശു ആരെന്ന്, ദൈവം ആരെന്ന് നാം അറിയണം. നമുക്ക് തുടർമാനമായിട്ട് വചനം കേൾക്കാം. ഇന്ന് നമുക്ക് വചനത്തിലൂടെ കേൾക്കാൻ പറ്റും. പുറപ്പാട് പുസ്തകത്തിൻ്റെ അകത്തെ ഇന്നൊരു വാക്യം, നമുക്ക് ദൈവത്തിൻ്റെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇന്ന് വചനത്തിലൂടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് കേൾക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പരിചിതമായ വാക്യമാണ്. യഹോവ മിസ്രൈമിൽ നിന്നും, 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവ അരുളി ചെയ്യുന്നത്, മിസ്രൈമിൽ എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിക വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു, അവരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്നും വിടിവിപ്പാൻ ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്കും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കും കനാന്യർ, ഹിത്യർ, അമോര്യർ, ഫെലിസ്ത്യർ, ഹിവ്യർ, നെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്കും അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചോണം, നല്ലതും വിശാലവുമായ ദേശം. ഈ കർത്താവിൻ്റെ വലിയൊരു ക്വാളിറ്റി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടേതായിട്ടുള്ള ചിന്തകൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒത്തിരി വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട്, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചാത്തലവുമായിട്ട് നമ്മൾ വിശ്വാസ ജീവിതത്തെ കൂട്ടിക്കലർത്തുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ്. നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരു ഫാമിലിയുമായിട്ട് ഞാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഫാമിലിയിലെ അവിടുത്തെ കുടുംബത്തിൻ്റെ അകത്തൊരു മകൻ്റെ കാര്യം പറയാൻ ഇടയായി തീർന്നു. അവൻ പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവൻ അവിടുന്ന് സാധാരണ
ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ നോർമലി ഞാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ, ഒരു സ്വാഭാവിക ഒരു ചിന്ത ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പൈസയ്ക്ക് നമ്മളൊരു കയറുന്ന ഹോട്ടലുകൾക്ക് ഒരു വ്യത്യാസമുണ്ട് അല്ലേ. നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഓടിച്ചെന്ന് ഒരിക്കലും ആരും ആ, എറണാകുളത്തുള്ളതോ കോട്ടയത്തുള്ളതോ വലിയ 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 ഹോട്ടലുകളിൽ കയറി ഫുഡ് കഴിക്കാൻ നമ്മൾ എല്ലാവർക്കും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. ഓരോരുത്തരുടെയും പോക്കറ്റിലിരിക്കുന്ന കാശിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ കയറുന്ന ഹോട്ടലുകളുടെ കപ്പാസിറ്റിയും ഏകദേശം അതേപോലെ. ഞാനിത് പറയാൻ കാരണം ഞാൻ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുമല്ല. ഇപ്പൊ ഞാനിപ്പോൾ പോയി കോട്ടയത്ത് ഞാൻ സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊരു ചെറിയ ഒരു കടയായിരുന്നു. ആ ചെറിയ കടയുടെ ഓപ്പോസിറ്റ് വലിയൊരു ഹോട്ടലുണ്ട്, ഭയങ്കര വലിയ ഹോട്ടലുണ്ട്. ആ ചെറിയ കടയിലിരുന്ന് ആഹാരം കഴിക്കുന്നത് ഞാൻ പറയും ഭയങ്കര സന്തോഷം. അത് ഭയങ്കര സന്തോഷം വേറൊന്നും കൊണ്ടൊന്നുമല്ല, ആ വലിയ കടയിൽ കയറാനുള്ള കപ്പാസിറ്റി എനിക്ക് ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സന്തോഷവും എൻ്റെ തൃപ്തിയുമെല്ലാം ആ ഒരു ചെറിയ കടയിലാണ്. ആ വലിയ കടയിലോട്ട് നോക്കുമ്പോൾ എനിക്കൊരു അതിശയവും, അവിടെ കയറി കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടല്ല, കാരണം എൻ്റെ കപ്പാസിറ്റിക്ക് ചേരുന്നതാണ് ഈ കട, എൻ്റെ കപ്പാസിറ്റിക്ക് ചേരാത്തതാണ് ആ വലിയ കട. അപ്പൊ ആ വലിയ കട നോക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമാകുന്ന ഒരു ആദി എന്ന് വേണേൽ പറയാൻ പറ്റും. അവിടെയൊക്കെ കയറി ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. പക്ഷെ എന്നാ അവിടെ കയറി ആഹാരം കഴിക്കുന്നവരുമുണ്ട്. അവർക്ക് ചിലപ്പം ഞാനിരിക്കുന്ന കടയെ നോക്കിയിട്ട് വലിയ എന്താ പറയുന്നത് ഇഷ്ടം തോന്നത്തില്ലായിരിക്കാം. അത് അവരുടെ കപ്പാസിറ്റിയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത ഒരു കപ്പാസിറ്റിയാണ്. ഇവിടെ ദൈവത്തിനൊരു കപ്പാസിറ്റി ഉണ്ട്, മനുഷ്യൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. മനുഷ്യന്റെ കപ്പാസിറ്റിയും ദൈവത്തിന്റെ കപ്പാസിറ്റിയും ചേരുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതായത് നിങ്ങളുടെ സ്വപ്നവും ദൈവത്തിന്റെ സ്വപ്നവും ചേരത്തില്ല, ദൈവത്തിന്റെ സ്വപ്നങ്ങളും നിങ്ങളുടെ സ്വപ്നവും തമ്മിൽ ചേരത്തില്ല, ദൈവത്തിന്റെ പദ്ധതിയും നിങ്ങളുടെ പദ്ധതിയും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഇരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വ്യത്യാസങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ആകാശം ഭൂമിക്ക് മീതെ നിൽക്കുന്നത് പോലെ വ്യത്യാസമുണ്ട്, എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ. ഇവിടെ ദൈവം പറയുന്ന കാരണം നല്ലതും വിശാലവുമായ ദേശം. ഓർത്തോണം, നല്ലതും വിശാലവുമായെന്ന് പറയുമ്പോൾ ഒന്ന് കണ്ണടച്ച് നമ്മുടെ മനസ്സിലേക്ക് നല്ലതെന്ന് വരുമ്പം നിങ്ങൾ ചിന്തിക്കുന്നതും റിലയൻസ് ഗ്രൂപ്പിലെ അംബാനി ചിന്തിക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. നല്ലതും വിശാലവും മനോഹരവുമായ ഒരു ദേശം എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും കാണുന്നത് എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള നല്ലതും മനോഹരമായതും, അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പിൽ ഇരിക്കുന്ന ധനികനായ ആ മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിലുള്ള നല്ലതും മനോഹരമായ ദേശം. എന്നാൽ ഇത് രണ്ടുമല്ല ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കപ്പാസിറ്റി എപ്പോഴും ദൈവത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ സ്വപ്നങ്ങൾ കാണരുത്, നിങ്ങൾ വിശാലമായി ചിന്തിക്കുന്നവരാകണം. ദൈവം അനുഗ്രഹിക്കും 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 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചിന്തയിലെത്തുക. പണ്ടൊരു ബ്രദറോട് പറയും, ബ്രദറെ എൻ്റെ കടഭാരമൊക്കെ മാറി ഇത് തട്ടിയും മുട്ടി ഒന്ന് ജീവിച്ചു പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. എനിക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, ചെറിയ രീതിയിൽ ഒരു വരുമാന മാർഗത്തിൽ ജീവിച്ചാൽ മതി, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാരണം ദൈവം വിശാലതയുടെ ദൈവമാണ്. അതെങ്ങനെ തുറക്കുമെന്നോ എങ്ങനെ ദൈവം ചെയ്യുമെന്നോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അളക്കാൻ കഴിയത്തില്ല. അളവ് കൂടാതെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഇതിന്റെ എല്ലാം അവകാശി ഞാനാന്ന് അറിയുമ്പോഴാണ് ഏറ്റവും വലിയ അതിശയം. ദൈവത്തിന്റെ സകല നന്മയുടെ അവകാശി ഞാൻ. അപ്പൊ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ എന്തുകൊണ്ട് ചെറുതാക്കുന്നു? ഇവിടെ പറയുകയാണ് നല്ലതും വിശാലവുമായ ദേശം. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ എപ്പോഴും ഓർത്തോണം, ഒരിക്കലും ചെറിയ സ്വപ്നങ്ങൾ കാണരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ചെറിയ സ്വപ്നങ്ങൾ കാണരുത്. എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ആദ്യ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളായിരുന്നു. ചെറിയ സ്വപ്നങ്ങൾ. എൻ്റെ എപ്പോഴും പ്രാർത്ഥനകളും എൻ്റെ ആഗ്രഹങ്ങളും എപ്പോഴും എൻ്റെ കപ്പാസിറ്റി, എൻ്റെ പോക്കറ്റിലുള്ളത് എൻ്റെ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ദൈവത്തിൻ്റെ പോക്കറ്റ് നോക്കി എനിക്ക് സ്വപ്നം കണ്ടുകൂടാ. കാര്യം ഞാനാണല്ലോ അവകാശി, ഞാനാണല്ലോ ദൈവത്തിൻ്റെ പുത്രൻ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശിയും. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ കാണാൻ പറ്റുന്നില്ല എനിക്ക്? അപ്പോഴേക്ക് മനസ്സിലായി, ഇപ്പോഴും ഞാൻ മാനുഷിക തലത്തിൽ കിടക്കുക. ഇവിടെ ദൈവം ഇസ്രായേലിൽ കിടക്കുന്ന ജനത്തോട് പറയുകയാണ്, നല്ലതും വിശാലവുമായ ഒരു ദേശം ഇതുവരെ അവർ കണ്ടിട്ടില്ല. 400 വർഷമായിട്ട് ഇവർ നല്ലതെന്ന് കേട്ടിട്ടില്ല, വിശാലമായ അനുഗ്രഹം എന്ന് കേട്ടിട്ടില്ല. അവരെ അടിമകളാണ്. അവരോടാണ് ദൈവം പറഞ്ഞേക്കുന്നത് നല്ലതും വിശാലവുമായ ദേശം. ഓരോ വിശ്വാസിയും ഉറപ്പിച്ചോണം, ദൈവം നിങ്ങൾക്ക് നല്ലതും മനോഹരവുമായ നന്മകൾ വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, എപ്പോഴും ചിന്തിച്ചോണം,
നിങ്ങളുടെ ജീവിതം തട്ടിയും മുട്ടിയും പോകുന്ന പരിപാടിയല്ല, അഡ്ജസ്റ്റ്മെന്റ് അല്ല. ദൈവത്തിന്റെ മക്കൾ എപ്പോഴും, ബൈബിൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ, അതായത് ദൈവൻ രാജാവാണ്. ദൈവൻ രാജാവാണ്. ആ രാജാവിന്റെ മക്കളെ പോലെ വേണം നമ്മൾ ചിന്തിക്കുവാൻ. ഹല്ലേലൂയ. രാജാവിന്റെ മക്കളെ പോലെ യേശു ക്രിസ്തു ശുശ്രൂഷ കാലഘട്ടത്തിൽ ബൈബിൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് വല്ലോത്തിനും കുറവുണ്ടായിരുന്നു എന്ന് യേശു ചോദിക്കുന്നത്. എൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് വല്ലോത്തിനും കുറവുണ്ടായിരുന്നോ? മറ്റൊരു വാക്യത്തിൽ കേൾക്കാം, പുറപ്പാട് പുസ്തകം. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, വേഗത്തിൽ നമ്മൾ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ പോകണം. തുടർമാനമായിട്ട് നമ്മൾ ഈ ഒരു ചിന്തയാണ് കേൾക്കാൻ പോകുന്നത്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കേട്ടോണം. ഒന്ന്, നല്ലതും മനോഹരവും വിശാലവുമായിട്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. അപ്പൊ ദൈവത്തിന്റെ ക്വാളിറ്റി, ദൈവം നമുക്ക് നല്ലതേ തരത്തുള്ളൂ. 2, ദൈവം വിശാലമായ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ. 4-ാം വാക്യത്തിൽ പറയുന്നു, 6:4, അവർ പരദേശിയായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രൈമ്യർ അടിമയാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഞാൻ ഓർത്തിരിക്കുന്നു. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം ഓർക്കുന്ന ദൈവമാന്ന് പറ. ദൈവം ദൈവം എല്ലാം ഓർക്കുന്ന ദൈവമാണ്. നിങ്ങളിപ്പോ ഈ വചനമൊക്കെ വെച്ച് നിങ്ങൾ ഈ വചനമൊക്കെ നിങ്ങൾ ഈ വചനമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ഓർത്തോണം, ദൈവം ഈ വചനം തന്നിട്ട് ദൈവം ഇത് ഓർക്കുന്ന ദൈവമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചോണം, ദൈവം ഓർത്തിട്ട് ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്? 6-ാം വാക്യം ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കളോട് പറയുന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയ വേലയിൽ നിന്നും ഉദ്ധരിച്ചും അവരുടെ അടിമത്തത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങൾക്കും എനിക്ക് ജനവുമായിക്കൊള്ളും. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം, ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചോണം. അതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കളോട് പറയുന്നത് എന്നാൽ, ഞാൻ നിങ്ങൾക്ക് ജനമായിരിക്കും. 7-ാമത്തെ വാക്യം മുതൽ, ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രൈമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഞാനാകുന്നു എന്ന് അറിയുന്നു. ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും സത്യം ചെയ്ത ദേശത്ത് നിങ്ങളെ കൊണ്ടുപോയി അത് അവകാശമാക്കി തരും. ഈ വചനം ഒന്ന് വായിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? കാണാൻ പറ്റുന്നവർക്ക്? ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. കേട്ടോണം. അപ്പൊ ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവം ഇതാണ്, ദൈവം പറഞ്ഞിട്ടുള്ള വാക്കിനെ ദൈവം ഓർക്കും. ദൈവം സത്യം ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഈ സത്യം എന്നൊക്കെ പറഞ്ഞാൽ ദൈവം നമ്മളോട് പറഞ്ഞ വാക്ക. അവിടെ ആര് കൊണ്ടുപോകും നമ്മളെ? ആര് കൊണ്ടുപോകും? ദൈവം കൊണ്ടുപോകും. നിങ്ങളെ ദൈവം കൊണ്ടുപോയി എന്ത് ചെയ്യും? അവകാശമാക്കി തരും. ശ്രദ്ധിച്ചോണം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുകയാണ്, ദൈവം പറഞ്ഞ വാഗ്ദത്തം മുറുക്ക പിടിക്കാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങൾക്ക് അത് അവകാശമാക്കി തരും. ഇത് ദൈവത്തിന്റെ വേറൊരു സ്വഭാവമാണ്. ഇത് ഞാനൊരു വാക്ക് പറയാം, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കോണം. ദൈവം കൊണ്ടുപോകും, ഞാൻ പോകണ്ട. ദൈവം അവകാശമാക്കി തരും, നിങ്ങൾ അവകാശമാക്കണ്ട. 2 കാര്യം ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവമാണ്, ദൈവം ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് വചനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് കൊണ്ടുപോകും. ആ വാഗ്ദത്തത്തിലേക്ക്, ആ വചനത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ കൊണ്ടുപോകും. 2-ാമത്തെ കാര്യം, ദൈവം നിങ്ങൾക്ക് അത് അവകാശമാക്കി തരും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇതാ ദൈവത്തിന്റെ ഉറപ്പ്. ഇനി ശ്രദ്ധിച്ചോണം, നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം താഴോട്ട് വരുമ്പോൾ ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കും, നമുക്കും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. 9-ാം വാക്യം നോക്കിക്കോണം. ഞാൻ യഹോവയാകുന്നു. 9-ാം വാക്യം ശ്രദ്ധിച്ചു വായിച്ചോണം. ഞാൻ യഹോവയാകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിന വേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. ശ്രദ്ധിച്ചോണം. അപ്പൊ മനോവ്യസനത്തിലിരിക്കുന്ന മിസ്രൈമിൽ കിടക്കുന്ന ജനം, കഠിന വേല നിമിത്തം കിടക്കുന്ന ജനം, അവര് മോശ യഹോവയുടെ അരുളിപ്പാടിനെ കേട്ടില്ല, അഥവാ മൈൻഡ് ചെയ്തില്ല. അതിന്റെ കാരണം, ഇവർക്ക് മനസ്സ് കല്ലായിട്ടിരിക്കുക.
അവരുടെ മനസ്സ് ഇടിഞ്ഞിരിക്കുകയാണ്, മനോവ്യസനത്താൽ ഭാരപ്പെട്ടിരിക്കുകയാണ്, അടിമ വേല കൊണ്ട് അവർ സ്ട്രഗിൾ ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഈ വാക്ക് കേട്ടില്ല. ശ്രദ്ധിച്ചോണം, വാക്ക് കേട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ മനസ്സ് അഥവാ മൈൻഡ്, മനോഭാവം എപ്പോഴും ശ്രദ്ധിച്ചോണം. കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ മനസ്സിനെ കവർന്ന് പുറകോട്ട് വലിക്കുക. അതായത് ദൈവം പറഞ്ഞിട്ടുള്ള വചനം, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥന എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, പ്രാർത്ഥനയും കൂട്ടായ്മയും എൻ്റെ ആവശ്യമാണെന്ന് പറ. പ്രാർത്ഥനയും കൂട്ടായ്മയും എന്റെ ആവശ്യമാണ്. എന്റെ ആവശ്യമില്ല. പ്രാർത്ഥനയും കൂട്ടായ്മയും എന്റെ ആവശ്യമാണ്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പം തിന്ന് അത്ഭുതം കണ്ട ആൾക്കാരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പുറകെ വന്ന് അത്ഭുതങ്ങളും, അതായത് അപ്പം തിന്നതുകൊണ്ടല്ലേ, അത്ഭുതം കണ്ടതുകൊണ്ടല്ലേ എൻ്റെ പുറകെ വരുന്നേക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ അപ്പമാകുന്നു, ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ ഒരു നാൾ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറയും, ഇത് കഠിനവാക്കെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് യേശുവിനെ വിട്ടേച്ച് അവർ പോയി. കർത്താവിന്റെ ശിഷ്യന്മാരിങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്നാ പോകാത്തത്? അവർ പറഞ്ഞു, നിത്യജീവന്റെ മൊഴി നിന്നിലുണ്ട് കർത്താവെ, നിന്നെ വിട്ട് ഞങ്ങൾ പോകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മറ്റവരെല്ലാം അത്ഭുതത്തിന്റെ പുറകെ വന്ന, പക്ഷെ ഇവർക്ക് മനസ്സിലായി യഥാർത്ഥ അത്ഭുതം ക്രിസ്തുവ. അവരുടെ മൈൻഡ് സെറ്റപ്പിൽ, അവരുടെ മനസ്സിൽ. ഞാൻ ചോദിച്ചോട്ടെ, പത്രോസും യോഹന്നാനും ഒക്കെ അത്ഭുതം വേണ്ടാത്തവരാണോ? അവർക്കും എല്ലാം വേണം. പക്ഷെ അവർക്ക് മനസ്സിലായത് അത്ഭുതത്തെക്കാൾ ഉപരി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവാണ് വലുത്. ആമേൻ. ഇവിടെ യഹോവയായ ദൈവം മോശ മുഖാന്തരം പറഞ്ഞു വിടുകയാണ്, ഞാൻ നിങ്ങൾക്ക് നല്ലതും മനോഹരമായ ദേശം എന്ന് പറയുക മാത്രമല്ല, ഞാൻ സത്യം ചെയ്ത കാര്യമാണിത്. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാ? ദൈവം ഒരു കാര്യം പറഞ്ഞ് ഒരു വ്യക്തി അത് കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി അത് വിശ്വസിച്ചുണ്ടെങ്കിൽ, ദൈവം ഇങ്ങനെ പുറകെ നടക്കും, നമ്മുടെ പുറകെ. പലപ്പോഴും നമ്മുടെ മനസ്സ് കഠിനപ്പെട്ടു പോയത് കൊണ്ടും, നമ്മുടെ മനസ്സ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും ദൈവത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ ശ്രദ്ധിച്ചോണം, മനോവ്യസനം കൊണ്ടും കഠിനമായ വേല കൊണ്ടും മോശയുടെ വാക്ക് അവർ കേട്ടില്ല. അപ്പം നമ്മുടെ മൈൻഡ് പലപ്പോഴും കർത്താവ് പറയുന്നത് കേൾക്കാതിരിക്കാൻ തക്കവണ്ണം തിരിയാനും മറിയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഹൃദയം കലങ്ങിപ്പോകരുത്. ബൈബിളിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സ് തകരുക എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എപ്പോഴും ഓർത്തോണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം ചെയ്യുമെന്നുള്ളതിന് ആകെ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു പ്രൂഫ് ബൈബിളാണ്. വേറെ ഒരു തെളിവുമില്ല. നമുക്കറിയാം, ഇന്ന് നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുമോ എന്നുള്ളതിന് തെളിവ് എന്നാന്ന് വെച്ചാൽ കുറേ അരിച്ചാക്ക് എവിടെയുണ്ട്. റേഷൻ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്നാ കാണാൻ പറ്റും? കാലിച്ചാക്ക് കാണാൻ പറ്റുമോ? റേഷൻ കടയിൽ ചെല്ലുമ്പം നിങ്ങൾക്ക് അവിടുന്ന് ഒരു അരി ഉണ്ടെന്നും നിങ്ങൾക്ക് അവിടുന്ന് ഒരു പഞ്ചസാര ഉണ്ടെന്നും ഉള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്നാന്ന് ചോദിച്ചാൽ ആ നിറഞ്ഞിരിക്കുന്ന ചാക്കുകളാണ്. അതിൻ്റെ അകത്ത് ധാന്യമുണ്ട്, അരിയുണ്ട്. ഇതൊരു പ്രൂഫാണ്. എന്നാൽ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം സൗഖ്യമാക്കും, ദൈവം നിങ്ങളെ ഉയർത്തും, നിങ്ങളുടെ സ്ഥിതി മാറ്റും, നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ നമുക്കറിയാവുന്ന മലയാളത്തിൽ എഴുതപ്പെട്ടതും ഇംഗ്ലീഷ് എഴുതപ്പെട്ടതും പല ഭാഷയിൽ എഴുതപ്പെട്ട കുറേ വാക്കുകൾ മാത്രമാണ്. ഒരനുഗ്രഹവും, നിങ്ങൾ ഏതെങ്കിലും ഒരു അനുഗ്രഹം ബൈബിളിൽ കാണാൻ പറ്റുമോ? നിങ്ങൾ സൗഖ്യത്തെ ബൈബിളിൽ കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞേക്കുന്നത് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അരിയെന്ന് പറയുന്ന ഒരു ചാക്കിൻ്റെ അകത്ത് കെട്ടിവെച്ചേക്കുന്ന റേഷൻ കടയിൽ നമുക്ക് കാണാൻ പറ്റും, എനിക്ക് അരി കിട്ടും എന്നതുള്ള നമുക്കൊരു പ്രൂഫ് ഉണ്ട് അല്ലേ? എൻ്റെ റേഷൻ കാർഡിൽ എനിക്ക് 5 കിലോ അരി കിട്ടും എന്നുള്ളതിന് റേഷൻ കാർഡിലുള്ളത് എനിക്ക് കാണാൻ പറ്റും, ചാക്കിൻ്റെ അകത്തിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ എനിക്കൊരു സൗഖ്യമുണ്ടെന്നുള്ളത് ബൈബിളിൽ കാണാൻ പറ്റുമോ? സൗഖ്യം കാണാൻ പറ്റുമോ? നമുക്ക് വചനം കാണാൻ പറ്റും, സൗഖ്യം കാണാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹം, സാമ്പത്തികമായിട്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ നിത്യജീവനെ പറ്റി പറഞ്ഞ, നിത്യജീവൻ എങ്ങനെ ഇരിക്കും നമുക്ക് അറിയാത്തതുകൊണ്ട്, എങ്ങനെയാണ് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ബൈബിളിലുണ്ട്, പക്ഷെ നമ്മുടെ ഭൂമിയുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ കടഭാരം മാറി ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, സാമ്പത്തിക നന്മ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നോട്ടുകെട്ടുകൾ ബൈബിളിൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരങ്ങൾ മാത്രമാണ്. ഇതുകൊണ്ടാണ് അവർക്ക് എന്ത് സംഭവിച്ചത്? മോശ ഇന്നും ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ഇച്ചിരി അവിടുന്ന് കുറച്ച് പാലും തേനും മുട്ടയും അവിടുത്തെ നന്മകളും ഒക്കെ ആയിട്ട് വന്ന് ഇതുകൊണ്ടോ നമുക്കറിയാം, അവിടുത്തെ മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് പോയ ആൾക്കാരുടെ എണ്ണം നിങ്ങൾക്ക് അറിയാവോ? ഈ പറയുന്ന കനാൻ ദേശത്തിലെ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ബൈബിൾ വായിച്ച ആർക്കെങ്കിലും അറിയാവോ എത്ര പേര് കൂടിയ മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് പോയത്? അല്ല, മുന്തിരിക്കൊല
കനാൻ ദേശത്തിലെ മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് പോയ ആൾക്കാരുടെ എണ്ണം പറയാൻ പറ്റുമോ? യോ, വായിച്ചിട്ടില്ല വാക്യങ്ങളൊന്നും, വായിക്കണം. രണ്ടുപേര്. ആ, 2 പേര് കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് പോകുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ മോശെ എന്ന കനാനിൽ പോയിട്ട് ആ ചുമന്നുകൊണ്ട് പോയ മുന്തിരിക്കൊല നിങ്ങൾ ആലോചിക്കും, മുന്തിരിക്കൊല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുവാ? ചന്തയിൽ പോയിട്ട് 1 കിലോ മുന്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പേര് കൂടി ചുമക്കേണ്ട വല്ല കാര്യമുണ്ട്? ഒരു പ്ലാസ്റ്റിക് കൂട്ടകത്തിട്ടുകൊണ്ട് ഈസി ആയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് വരാനുള്ളതുള്ളൂ. പക്ഷേ കനാൻ ദേശത്തിലെ നന്മയെന്ന് പറഞ്ഞാൽ 2 പേര് കൂടി ചുമന്നുകൊണ്ട് പോകുന്ന വലിപ്പമുള്ള നന്മകൾ അവിടെയുണ്ട്. എന്നാൽ അതുപോലത്തെ ഒരു മുന്തിരിയായിട്ട് വന്നിട്ട് പറയുകയാ, ഇനി പാലും തേരൊഴുകുന്ന ഒരു ദേശത്തിന്റെ ഒരു വീഡിയോ ഫുട്ടേജ് എടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞാൽ അവർ മനം തിരിയാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, മനം തിരിയും. മാനം തിരിയും. കാരണം വെച്ചാൽ അവർ ഞെട്ടിപ്പോകും, ദൈവം ഇത്രയും വലിയ നന്മയാണ്. പക്ഷെ ദൈവം എന്തുകൊണ്ടാ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മുന്തിരിക്കൊല പിടിച്ചുകൊണ്ട് മോശയുടെ കൊടുത്തു വിടാഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം അവിടുത്തെ പാലും തിരഴുകുന്ന ഒരു ദേശത്തിന്റെ ചിത്രം അവർക്ക് കാണിച്ചു കൊടുക്കാഞ്ഞത്? സ്വപ്നത്തിലോ ദർശനത്തിലോ കാണിച്ചു കൊടുക്കാത്തത്? പകരം അവരോട് വന്ന് മോശ മുഖാന്തരം പറഞ്ഞു കൊടുത്തതിന്റെ കാരണം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവം ഒരു കാര്യം പ്രസ് ചെയ്യുന്നുണ്ട്. ഞാൻ അബ്രഹാമിനോടും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശം. അവിടെ മുന്തിരിക്കൊലയേക്കാൾ പവർ ഉണ്ട്. ദൈവം പറഞ്ഞ ഒരൊറ്റ വാക്കിന്, ഞാൻ സത്യം ചെയ്ത ദേശം. കണ്ടോ? മോശെ, നീ ചുമന്നുകൊണ്ട് പോകുന്ന മുന്തിരിക്കൊലയേക്കാൾ തെളിവാണ് അവരുടെ ഉള്ളിലോട്ട് കയറേണ്ട ഒരു വാക്കിതാണ്, ഞാൻ പറഞ്ഞ കാര്യത്തെ ഞാൻ ചെയ്യുന്ന ദൈവമെന്ന് നീ ആദ്യം അവരുടെ ഹൃദയത്തിൽ കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? അവിടുത്തെ മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് വന്നിരുന്നെങ്കിൽ അവർ ചാടിക്കേറി അതിനെ വട്ടം പിടിച്ചിട്ട്, എൻ്റെ ദൈവം ഇത് എവിടുന്നാ കിട്ടിയത് മോശ എന്ന് ചോദിച്ചാൽ മോശ പറയും, നീ എൻ്റെ കൂടെ വാ, നിനക്ക് ഞാൻ കനാൻ ദേശം കാണിക്കാൻ പോയി, യഹോവ നമുക്ക് തരാൻ പോവാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പെട്ടിയും കിടക്കെടുത്ത് എന്ത് ചെയ്യും? വേണേ ഫറവോനും കൂടെ പോരും. ഇത്രയും വലിയ മുന്തിരിക്കൊലയുള്ള ദേശമോ, ഇത്രയും മനോഹരമായ ദേശമോ, ഫറവോൻ വരെ ചാടി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവം അവിടെ ആഗ്രഹിക്കുന്ന അവർ ഉള്ളിൻ്റെ ഉള്ളിൽ കയറണം. ഞാൻ സത്യം ചെയ്യുന്ന ദൈവം മാത്രമല്ല, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദൈവമാണ്, ഞാൻ നിങ്ങൾക്ക് അവകാശം തരുന്ന ദൈവമാണ്, ഞാൻ വാക്കു മാറാത്തവനാണ്, നല്ലതും മനോഹരമായ ഒരു ദേശം ഒരുക്കുന്നവനാന്നുള്ള ചിത്രം അവരുടെ മനസ്സിൽ പതിയണം. നമ്മുടെ മനസ്സിൽ പതിയണം ദൈവത്തെ പറ്റിയുള്ളൊരു അറിവ്. അതിന് വിരുദ്ധമായത് കയറാൻ അനുവദിക്കരുത്. നിങ്ങൾ മനസ്സിലായി? അതുകൊണ്ടാണ് വചനം കൂട്ടായ്മയും നിങ്ങളുടെ ആവശ്യമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നമ്മൾ പങ്കുചേരുമ്പോഴാണ് ഈ വചനങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു, അവരുടെ ലൈഫ് സ്റ്റൈല് തന്നെ മാറിപ്പോയത് എനിക്കറിയാൻ പറ്റും. ലൈഫ് സ്റ്റൈല് തന്നെ. അതുവരെ എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, എങ്ങനെയൊക്കെ എൻ്റെ ബ്രദറെ ഉള്ള കഞ്ഞിയും കുടിച്ച് കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ലൈഫ് സ്റ്റൈൽ കണ്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ സമാധാനമില്ലാതെ തകർന്ന അവസ്ഥയിൽ പോയ ആളുകളുടെ ജീവിതത്തിൽ വലിയ സമാധാനത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് അവർ അകത്തോട്ട് കയറി. അവരുടെ മനോവ്യസനം ദൈവത്തിന് അറിയാൻ പറ്റില്ല. കർത്താവ് അവർ വലിയ മോശയ്ക്ക് വലിയ സങ്കടമായിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. 12-ാം വാക്യത്തിൽ അവിടെ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്, അതിന് മോശ, ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും? ഞാൻ വാക് വൈഭവം ഉള്ളവനല്ല എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. ശ്രദ്ധിച്ചോണം, ഞാനേ അത്ര ഇവിടെ ഇത് ദൈവം പറഞ്ഞു ഒരു കാര്യം നീ ഫറവോനോട് എന്ന് പറ. അപ്പം മോശ പറയുകയാണ്, ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, കർത്താവേ ദൈവമേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മുന്തിരിക്കൊല, അവിടുത്തെ ഏറ്റവും വലിയൊരു മുന്തിരിക്കൊല കൊടുത്തു വിട്ടിരുന്നെങ്കിൽ, അവിടുത്തെ നന്മ കൊടുത്തു വിട്ടിരുന്നെങ്കിൽ, അവിടുത്തെ ഒരു വീഡിയോ ഫുട്ടേജ് ദൈവം കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ, സ്വപ്നത്തിലോ ദർശനത്തിലോ ഒക്കെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരപ്പം തന്നെ ഉള്ള പെട്ടിയും കിടക്കെടുത്ത് ചാടി പരത്തില്ലായിരുന്നോ? എന്തിനാ കർത്താവേ ഇവര് വാക്ക് കൊടുത്തത്? നിങ്ങൾ ശ്രദ്ധിച്ചോണം, എൻ്റെ വാക്ക് കേട്ടില്ല അവര്. അപ്പൊ മോശ പറയുകയാണ്, വാഗ്ഭൈവം ഉള്ളവനല്ലോ ഞാൻ, നേരത്തെ വിക്കനാണ് ഞാൻ, ഇനി എൻ്റെ വിക്ക് കൊണ്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്യാത്തത്. ദൈവത്തിന്റെ ആഗ്രഹം എന്താ? നിങ്ങളുടെ ഉള്ളത്തിൽ കയറണം. ദൈവത്തെ പറ്റിയുള്ള അറിവ് നിങ്ങളുടെ ഉള്ളത്തിൽ കയറണം. ദൈവത്തെ പറ്റിയുള്ള അറിവ് നമ്മുടെ ഉള്ളത്തിൽ കയറണം. ആമേൻ. നമ്മൾ എപ്പോഴും ഓർത്തോണം, കർത്താവ് നമ്മളെ എന്തിനാ ആദ്യം വചനം കേൾപ്പിക്കുന്നു ചോദിച്ചോ? മനസ്സിലായോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, റേഷൻ കടയിൽ ചെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ കൺഫേമായി എനിക്കുള്ള അരി അവിടെ വന്നിട്ടുണ്ട്. റേഷൻ കടയിലുള്ള 5 കിലോ അരി അവിടെ ഇരിപ്പുണ്ട്. നമുക്കൊരു തെളിവുണ്ട്.
റേഷൻ കടക്കാരൻ പറയുന്ന റേഷൻ കാർഡിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ ഒരു പെർമിറ്റിലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് എന്നതിന് എനിക്ക് കാണാൻ പറ്റുന്ന അരിച്ചാക്കുകളുണ്ട്. ഇവിടെ എനിക്കുള്ളത് അക്ഷരങ്ങളാ. ഞാൻ ഈ അക്ഷരങ്ങളെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഈ വാക്കുകളെ എൻ്റെ മുമ്പിൽ, എൻ്റെ ഉള്ളത്തിൽ ഞാൻ എന്ത് ചെയ്യണം? പതിപ്പിക്കണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം വാക്ക് മാറത്തില്ലെന്ന് പറ. ദൈവം വാക്ക് മാറത്തില്ല. ആമേൻ. നിങ്ങൾക്കൊരു ദൈവം കാര്യം വാക്ക് അറിയാമോ? മാറത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? കർത്താവ് യേശു ക്രിസ്തു നമ്മളെക്കാളും വിശ്വാസമുള്ള ഒരാളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാശ. നമ്മളെക്കാളും വിശ്വാസമുണ്ട് പിശാശിന്. അതുകൊണ്ടാണ് ലൂക്കോസ്ലീഹയുടെ സുവിശേഷം മർക്കോസും ലൂക്കോസും ഒക്കെ വായിക്കുന്ന സമയത്ത് വചനം എന്ന വിത്തിനെ പറ്റി പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, സാത്താൻ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും പിശാശു വന്ന് നിങ്ങൾ ഇന്ന് കേട്ട വചനം മൊത്തവും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുന്ന ഒരു ആശയമല്ല. നിങ്ങളെ വചനം കേൾപ്പിക്കാതിരിക്കും. ആ വചനത്തെ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഇട്ടുകൊണ്ടിരിക്കും. കാര്യം അവനറിയാം എന്തിനാ അവൻ ഈ വചനം എടുത്തോണ്ട് പോകുന്നു. നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തിനാ ഈ പിശാച് വന്ന് നമ്മളെ വചനം കേൾപ്പിക്കാത്തത്? എന്താണെന്നറിയോ? വചനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ. അതായത് പിശാചിന് നല്ലപോലെ അറിയാൻ ദൈവം എന്ത് ചെയ്യത്തില്ല? വാക്ക് മാറത്തില്ല. അതുകൊണ്ടാണ് അവൻ വന്ന് നിങ്ങളെ വചനം കേൾപ്പിക്കുക. നല്ല വചനം കേൾപ്പിക്കാത്തതിന്റെ മെയിൻ കാര്യം ഇപ്പൊ മനസ്സിലായോ? അവൻ അറിയാം ദൈവം, നമുക്കാണ് വിശ്വാസമില്ല, നമ്മളാ ഏറ്റവും വലിയ മണ്ടന്മാർ, നമുക്കാ വിശ്വാസം ഇല്ലാത്തത്. പിശാചിന് നല്ല വിശ്വാസമാണ്. ഒരു വ്യക്തി വചനം കേട്ടാൽ അവൻ ആ വചനത്തിൽ ഒന്ന് കയറി പിടിച്ചാൽ അവന്റെ ജീവിതം മാറിയിരിക്കും. കാര്യം എന്താണെന്നറിയാവോ? ദൈവം വാക്ക് മാറത്തില്ല. അവൻ ആ വചനത്തെ ഏറ്റെടുത്ത് വിശ്വസിച്ച് കർത്താവിൽ ഒന്ന് ഉറയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പാണ് ദൈവം അവന്റെ സ്ഥിതികളെ ആ വചനത്താൽ മാറ്റിയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വചനം കേൾപ്പിക്കത്തില്ല. പണ്ടൊരു ആൻറ്റി എപ്പോഴും പറയുമായിരുന്നു, ബ്രദറെ, പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് എപ്പോഴും മകൻ ആ സമയമാകുമ്പോൾ, ഒരു ചെറിയ കൂട്ടായ്മയാണോ, മകൻ ആ സമയമാകുമ്പോൾ എല്ലാ ദിവസവും ഇറച്ചി മീനുമായിട്ട് വരും. വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് കറക്റ്റ് ആ സമയത്തോട്ട് വരും. കറക്റ്റ് സമയത്ത് വരുമ്പോൾ എങ്ങനെയാ ബ്രദറെ ആ മോൻ ഇങ്ങനെ കൊണ്ടുവരുമ്പം കറി വെച്ച് കൊടുക്കാതിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ സമയമാകുമ്പോൾ, പ്രാർത്ഥനയുടെ ആ ഒരാഴ്ചയിൽ ആ സമയമാകുമ്പോൾ എല്ലാ ദിവസവും മകൻ ഇറച്ചിയായിട്ട് വരും. അപ്പോൾ പറയും, ബ്രദറെ എന്നാ ചെയ്യാൻ, അവനത് കൊണ്ടിരുന്നോണ്ട് എനിക്ക് വചനം കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് വലിയ ആഗ്രഹം. ഞാൻ ചോദിച്ചു, അപ്പം എന്നോട് ബ്രദറെ, കർത്താവല്ലേ ആഹാരമൊക്കെ തരുന്നത്, നമുക്ക് എന്നെ കളയാൻ പറ്റും? അപ്പം ഞാൻ ചിരിച്ചങ്ങോട്ട് ചോദിച്ചു, കർത്താവല്ലേ ഫ്രിഡ്ജ് തന്നിരിക്കുന്നത്? വലിയ മുഴുത്തൊരു ഫ്രിഡ്ജ് വീട്ടിലുണ്ട്. അപ്പം ഈ ഇറച്ചിയും മീനും തന്ന അതേ കർത്താവ് തന്നെ ഫ്രിഡ്ജും തന്നിരിക്കുന്നത്. 1 മണിക്കൂർ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പ്രാർത്ഥന കേട്ട് വചനത്തിൽ ബലപ്പെടാൻ, അതിന് ശേഷം തിരിച്ചു വന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞ് പോയി ഉണ്ടാക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിക്കാൻ പറ്റും. പക്ഷേ ഒരു തന്ത്രം അവിടെ ഉപയോഗിക്കുവാണ്. ആ പ്രാർത്ഥനയുടെ സമയത്ത് എന്ത് ചെയ്യുക? നമ്മളെ ഒന്ന് മാറ്റാൻ നോക്കുക. എന്തിനാണെന്നറിയാം? അവിടെ വന്നാൽ ഈ വചനം കേൾക്കും. ആമേൻ. ഈ വചനം കേട്ടാൽ, ഇതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മോശ മുഖാന്തരം ജനത്തോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മോശ വന്നിട്ട് പറയാം, കർത്താവ്, ഞാൻ ഈ വിക്കി പറഞ്ഞുകൊണ്ടാണ്, നീ വിക്കി പറയണം, ഇനിയും നീ പറയണം. എന്നാലോചിച്ച് നോക്കി, ഇനിയും നീ പറയണം, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ആദ്യം ദൈവം 10 ബാധയെ, നിങ്ങൾ മുന്നോട്ട് വായിക്കാൻ പറയാം, ദൈവം 10 ബാധയെ വിട്ടില്ല, ഫറവോനെ സന്ദർശിക്കാൻ പോയില്ല, ആ ദേശത്തെ ഇളക്കിയില്ല. ആദ്യം ദൈവം അവരോട് പറഞ്ഞെന്നറിയാവോ? ഞാൻ സത്യം ചെയ്ത ദേശം, ഞാൻ പറഞ്ഞ വാക്ക്, ഞാൻ മാറാത്തവൻ, ഞാൻ നല്ലതും. ഇത് ആദ്യം ദൈവം പറഞ്ഞിട്ടാണ് പിന്നെ അടയാളങ്ങൾ ചെയ്യുന്നത് പോലും. ആദ്യം ദൈവത്തിന് അടയാളം ചെയ്തിട്ട് എന്ത് ചെയ്യായിരുന്നു? പറയായിരുന്നു. ആദ്യം ദൈവം പറഞ്ഞതിന് ശേഷമാണ് അവരോട് രണ്ടാമതാണ് ദൈവപ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ കാരണം അവരുടെ ഉള്ളിലേക്ക് ഇത് കയറണം. ഞാൻ പറഞ്ഞ വാക്കിനെ പാലിക്കുന്നവനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് നമുക്ക് ഈ ചിന്തകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ തുടക്കം മുതൽ കർത്താവിൻ്റെ ഒരു സ്വഭാവത്തെ നമ്മൾ പഠിച്ചു വന്ന് ഹൃദയത്തിൽ ആ വാക്കുകൾ ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് പിശാചു എന്ന് എടുത്തോണ്ട് പോയിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും ഓർമ്മ ഒന്ന് റിവൈൻഡ് ചെയ്ത് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്നാമത് നമ്മൾ കേട്ടത് തന്നെയായിരുന്നു ആദ്യത്തെ ദിവസം ജഡിക ചിന്തകളിൽ വ്യാപരിക്കരുത്. ഇന്നലെ നമ്മൾ കേട്ടു. മിനിഞ്ഞാന്ന് കേട്ടതോ? മിനിഞ്ഞാന്ന് കേട്ടത് വിശ്വസിച്ചാൽ ദൈവമഹത്വം നാം കാണും. ആമേൻ. അതിന് മുമ്പ് കേട്ടതോ? അവിടെ മുതലാണ് നമ്മൾ ആരംഭിച്ചത്. അതിനു മുമ്പ് കേട്ടത് സുവിശേഷത്തിൽ ദൈവത്തിന്റെ മഹത്വം കിട്ടും. സുവിശേഷത്തിൽ ദൈവത്തിന്റെ, ഓക്കെ, നമ്മൾ
നമ്മൾ തുടക്കം മുതലേ കേട്ടു വന്നു യേശു ക്രിസ്തുവിന്റെ ഒരു നേച്ചർ. നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അവൻ വിടുവിക്കുന്ന ദൈവം. ജഡത്തിന്റെ ചിന്ത മൂലം നമ്മൾ തുടങ്ങി. ജഡത്തിന്റെ ചിന്ത മൂലം നമ്മൾ ആരംഭിച്ചത്. നമ്മുടെ സ്പിരിച്വൽ, നമ്മൾ ആത്മീയമായിട്ടാണ് കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നത്. ദൈവം വിടുവിക്കുന്നവനാണ് നമ്മൾ തുടങ്ങി. അവൻ വാക്ക് മാറാത്തവനാണ്. അങ്ങനെ വന്ന് നമ്മളിപ്പോൾ വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സംഭവമാണ് താൻ പറഞ്ഞതിലേക്ക് ദൈവം കൊണ്ടുപോകും. നമ്മൾ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ നിങ്ങളെ കാണിക്കുമെന്ന് പറഞ്ഞ ദേശത്തേക്ക് നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ടുപോയി അവകാശം തരും. അപ്പൊ ഒരു വചനം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ വചനത്തിലേക്ക് ആര് കൊണ്ടുപോകും? ആരവകാശം തരും? ദൈവാവകാശം. അപ്പൊ നാളെ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ആകാം എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തുടർമാനമായിട്ട് കേൾക്കാം. അപ്പൊ ഇത്രയും നിങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ക്ലിയർ ആയിട്ട് വേണം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ വരുന്നത് കാണാം. ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു, ദൈവപ്രവർത്തികൾ വരും. സാക്ഷ്യങ്ങൾ നമുക്ക് ബലമാണ്. ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് ഉറപ്പ് തരുന്നതാണ്. നമുക്ക് മുന്നോട്ട് പിന്നെയും പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് വാക്ക് മാറാത്ത ദൈവം, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് ഈ നിമിഷം ഞാൻ ആ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. സ്പിരിറ്റ് ഓഫ് ഹീലിങ്ങിനെ, രോഗസൗഖ്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. വചനം പറയുന്നത് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്, സ്പിരിറ്റ് ഓഫ് മിറക്കിൾ, സ്പിരിറ്റ് ഓഫ് പ്രൊഫസി, ഇതെല്ലാം നമുക്കുള്ളതാണ്. ഇതിനെ ഒന്ന് ഉപയോഗിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കുന്നു. രോഗത്തിൻ്റെ മേൽ ജയമുണ്ട്, ശാപത്തിൻ്റെ മേൽ ജയമുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ മേൽ ജയമുണ്ട്, ഞെരുക്കത്തിൻ്റെ മേൽ ജയമുണ്ട്. ഇപ്പോൾ വിശാലതയെ കൽപ്പിക്കുന്നു, നന്മയെ കൽപ്പിക്കുന്നു, ഉയർച്ചയെ കൽപ്പിക്കുന്നു, മാന്യതയെ കൽപ്പിക്കുന്നു, സമൃദ്ധിയെ കൽപ്പിക്കുന്നു. ഈ നിമിഷം തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. യേശു തന്ന അധികാരത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇന്ന് ചൊരിയുന്നല്ലോ. ദൈവാത്മാവിൻ്റെ കൃപ ഇന്ന് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ചൊരിയുന്നല്ലോ. ഞങ്ങളിത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നു, അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തു കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയുവാനുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞോ. ഞാൻ ജോസഫ്. പറഞ്ഞോ ബ്രദറെ. കുറെ ദിവസങ്ങളായിട്ട് ഇന്ന് കുറെ ഇച്ചിരി സമയം മുന്നേ ഞാൻ കേട്ടത്, നമുക്ക് ഈ വചനങ്ങൾ കേൾക്കാൻ തടസ്സമായിട്ട് നിൽക്കുകയോ സാത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കും. അതുപോലെ കഴിഞ്ഞ ഒരാഴ്ച മൊത്തം എനിക്ക് ഈ വചനങ്ങൾ കേൾക്കാൻ പറ്റിയില്ല. വലിയ തടസ്സങ്ങളായിരുന്നു. അത് പല രീതിയിലാണ്. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി മൊത്തവും പ്രാർത്ഥിച്ച് ഇന്ന് ഈ വചനങ്ങൾ കേൾക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോട് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. തീർച്ചയായും. അതേ കർത്താവ് എന്ന് പ്രിയ ബ്രദർ പറഞ്ഞ പോലെ പ്രിയ ബ്രദർ യേശുവിന്റെ നാമത്തെ ഒത്തിരി ആഗ്രഹിക്കുന്നു വചനത്തിൽ കേൾക്കുവാനും വളരുവാനും. കർത്താവ് ഇന്ന് ആ USA കർത്താവ് ഒരു ഉണർവിനായിട്ട്, അമേരിക്കയിൽ ഒരു ഉണർവിനായിട്ട് പ്രിയ മകനെ ഉപയോഗിക്കട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. ആ നിൽക്കുന്ന രാജ്യത്ത്, ആ നിൽക്കുന്ന ഏത് മേഖലയിലായിക്കോട്ടെ, ഫലം കായ്ക്കട്ടെ. യേശു തന്ന അധികാരത്തിന്റെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. നന്മ തുറക്കട്ടെ. യേശു വചനത്താൽ വളരട്ടെ. യേശു അനേകരെ യേശുവിലേക്ക് നേടുവാൻ അഭിഷേകം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ആമേൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. തീർച്ചയായും പറഞ്ഞോ. ഹലോ, പറഞ്ഞോ കേൾക്കുന്നുണ്ട്. ബ്രദർ ഇന്നലെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു റിപ്പോർട്ട് എടുത്ത് കൈ വെച്ച് ഡോക്ടറെ കാണാനായിട്ട് മക്കളൊക്കെ ഉണ്ടാവാത്ത അങ്ങനെയുള്ള ഒരു കാര്യം, സാറയുടെ അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു ഒരു റിപ്പോർട്ടും എടുത്തു വെച്ച് ഇങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുന്നു പറഞ്ഞ്. അത് പിന്നെ ഇപ്പൊ ഞാന് മോൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. മോന് അതിന്റെ റിപ്പോർട്ട് ആശുപത്രിയില്, മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. 2 വർഷം കഴിഞ്ഞ് 2.5 വർഷം ആയപ്പോഴത്തേക്ക് അവർക്ക് യൂട്രസിന് 2-3 മുഴയൊക്കെ വന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ്
ഇപ്പൊ 7 മാസമേ ആയുള്ളൂ. അപ്പൊ അവരുടെ ഈ മരുമോടെ പേര് അൻഷു എന്നാണ്, മോന്റെ പേര് അൻവിനെന്നുമാ. അപ്പൊ ഇവരുടെ അപ്പനും അമ്മയും കൂടെ പിന്നെ മക്കളുണ്ടാവുന്നില്ല എന്നും പറഞ്ഞ് അവര് അതിന്റെ വിഷയത്തിലൊക്കെ മോനെയും ഞങ്ങളെ എല്ലാം ഇങ്ങനെ ആക്ഷേപിച്ചും ഒക്കെ ഇരുന്ന് മോനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് അവര് വന്നു. പക്ഷെ അങ്ങനെ പോയില്ല. മോൻ പറഞ്ഞ അത് ഞങ്ങൾ രണ്ടുപേരുടെ പൊക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ മോൻ ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞ ആഴ്ചയിലാ പോയത്. ഇന്ന് പോയി ഡോക്ടറെ കണ്ടപ്പോഴേ അതിനകത്ത് വലിയ കുഴപ്പങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇന്നലെ ബ്രദർ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ആ റിപ്പോർട്ടും കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ ചെന്നാലും ഇല്ല എന്ന് പറഞ്ഞാലും ദൈവം അവിടെ വഴി തുറക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴ് യൂട്രസിന്റെ അവക്ക് നോക്കിയില്ല, മോന്റെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു 42 വേണ്ടുന്ന ഏതോ ഒരെണ്ണത്തിൽ ഒരു 42 വേണ്ടുന്നത് 31 ഉള്ളൂ. അത് വലിയ കുഴപ്പങ്ങളൊന്നും ഉള്ളതല്ല എന്ന് പറഞ്ഞ് അവന് ഇച്ചിരി മെഡിസിൻ ഒക്കെ കൊടുത്ത് വിട്ടു. അപ്പൊ അതിനു മുൻപേ ഇവരുടെ ഒരു മാർച്ച് 2-ാം തീയതി മുതലേ ഇവര് കുറച്ച് പ്രശ്നങ്ങളായിട്ടൊക്കെയാണ്. അത് ഈ പെങ്കൊച്ചിന്റെ അപ്പനും അമ്മയും എല്ലാം കൂടെ വലിയ പ്രശ്നങ്ങളാക്കി. അങ്ങനെ കുടുംബജീവിതത്തിൽ തന്നെ അത് എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബജീവിതത്തില് അവരുടെ അപ്പനും അമ്മയും കൂടെ ചേർന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അന്ന് മുതലേ ഇതിന്റെ കല്യാണം കഴിഞ്ഞന്ന് മുതലേ ഇവർക്കൊരു വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് എഴുതി അവരുടെ പേരിൽ വെക്കണം, ഇല്ലെങ്കിൽ ഈ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ ഈ മോളും മോനും കൂടെ ഒന്നിച്ച് ഇപ്പൊ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. അവിടെ ഒരു വാടകയ്ക്ക് ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവളും പറയുന്നത് ഈ വീട് എഴുതി പേരി വെച്ചില്ലെങ്കിൽ ഈ കുടുംബജീവിതം എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണ്ട, ഞാൻ ഇത് ഈ കുടുംബജീവിതം ബന്ധം വേർപെടുത്താൻ പോവുക എന്നും പറഞ്ഞുള്ള രീതിയിലാണ് ഇപ്പൊ അപ്പനും അമ്മയും ഈ മോളും കൂടി ഇരിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ വിഷയം ഇതിനകത്തുണ്ട്. എങ്കിലും എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചു, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഒരു ചെറിയ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കാൻ പറഞ്ഞു. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. തീർച്ചയായും പ്രിയാൻസന്റെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ കേട്ട വചനത്തിൽ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട വചനമാണല്ലോ. അത് കർത്താവ് ഇന്ന് അവരുടെ മുമ്പിൽ ആ റിപ്പോർട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ ആ കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിക്കുമെന്നുള്ള ആലോചനയാണ് കേട്ടത്. അതിൻ്റെ മറുപടി പോലെ കാണുകയും ചെയ്തു. ഈ വർഷം തന്നെ കൺസീവ് ആകട്ടെ. ആ തലമുറ വരുന്നതോടു കൂടെ ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഇപ്പം കേട്ടതുപോലെ പ്രശ്നങ്ങൾ അവരലട്ടുന്ന ആ കുടുംബ ജീവിതത്തിലെ വിള്ളലുകൾ ഇതോടെ അവസാനിക്കട്ടെ. ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കലഹത്തെ കൊണ്ടിരുന്ന എല്ലാ ദുരാത്മാക്കളെയും യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. സമാധാനം നിറയട്ടെ. എല്ലാ പിശാചിന്റെ പ്രവൃത്തികളും വിട്ടുമാറട്ടെ. ഐക്യത ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഹലോ, മറ്റാരുമില്ല. ഞാൻ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറഞ്ഞു. ബ്രദറെ, ഞാൻ ബ്രദറിന് മുമ്പ് ബ്രദർ ഒരു ഇത് പറഞ്ഞായിരുന്നു. നമ്മൾ അടുക്കള തുറക്കുമ്പോ ഒരു മാവ് കാണുന്ന ആ വീടിനെ സ്പർശിച്ചു. അപ്പൊ ഞാൻ ബ്രദറിനെ വിളിച്ചത് പറഞ്ഞായിരുന്നു എന്റെ വീടാണ് എന്നുള്ളത്. അപ്പം അച്ഛന്റെ ബിസിനസ് ലാസ്റ്റ് ഒരു മന്തായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. ലിറ്ററലി ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ആയിട്ടില്ലായിരുന്നു, ഒരു ലോഡ് പോലും പോകുന്നില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫുൾ മുടക്ക്. ഇപ്പൊ നമുക്ക് ലോഡ്, അച്ഛന് സിമെന്റിന്റെ റീറ്റെയിൽ ഷോപ്പാണ്. അപ്പം ലോഡ് പോകേണ്ടതാവുമ്പം കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ഫാക്ടറിയിൽ ഒന്നെങ്കിൽ റോ മെറ്റീരിയൽ തീർന്നു പോവുക, അല്ലെങ്കിൽ മിഷൻ കേടായി പോവുക. അപ്പം നമ്മുടെ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴായിരിക്കും അത് ശരിയാവുക. അങ്ങനെ കഴിഞ്ഞ ഈ ഒരു മാസം ഏപ്രിൽ മാസത്തിൽ ഇത്രയും ദിവസമായിട്ടും ഒരു ലോഡും പോയിട്ടില്ലേത്. അപ്പൊ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ എന്നും ഈ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായി. ഞാൻ അവരോട് ബ്രദറിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ മേ ബി കുറെ മെസ്സേജസ് വരുന്നത് കൊണ്ട് അവർക്ക് ബ്രദറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അവർ മെസ്സേജ് അയച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞ സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് മിഷനൊക്കെ ക്ലിയർ ആയി, ശനിയാഴ്ചത്തോടെ ക്ലിയർ ആയി. ഇന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ലോഡ് പോയി. ഞാനത് വളരെ സാക്ഷ്യം പറയണമെന്ന് വളരെ ആഗ്രഹത്തോടെ നിന്നൊരു വിഷയമാണ്. അപ്പം ഇന്ന് ആ ലോഡ് പോയി. ഇനിയും അങ്ങോട്ട് അച്ഛന് ബിസിനസ് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ബ്രദറിന്റെ പ്രാർത്ഥന വേണം. അതുപോലെ തന്നെയുള്ള ഒരു വിഷയമാണ്, എന്റെ അനിയന് അവൻ മെറൈൻ ഷിപ്പിൽ ജോലി കിട്ടി. അവന് ഷിപ്പിലും കയറേണ്ടതായിരുന്നു, പക്ഷെ അവിടെയും ഭയങ്കര മുടക്കമായിരുന്നു. ആ ഷിപ്പ് ക്യൂബ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്ന് അവിടുത്തെ ഗവൺമെന്റ് ആയിട്ട് എന്തോ ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് ഷിപ്പിലേക്ക് ആളെ കയറ്റാൻ പറ്റാന്ന് വെച്ചാൽ ഏപ്രിൽ 3-ന് ടിക്കറ്റ് വന്ന് ടിക്കറ്റിൽ അവൻ പോകേണ്ട ആള് ഇതുവരെയായിട്ടും അവന് പോകാൻ പറ്റിയില്ല.
അപ്പൊ അവൻ അതിന്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു. എന്നോട് പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിക്ക്, അല്ലെങ്കിൽ നീ ആരെയും കൊണ്ടൊന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുക, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിനൂടെ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ കമ്പനീനെ വിളിച്ച് ചോദിക്ക് ഈ ഷിപ്പിൽ നിന്ന് വേറൊരു ഷിപ്പിലേക്ക് മാറ്റി തരാൻ പറ്റുമോ. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല, അത് ബോണ്ട് എഴുതിയതാണ്, നമ്മൾ ഗവൺമെന്റ് ആയിട്ടാ ബോണ്ട് എഴുതുന്നത്, മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പം അവൻ വിളിച്ച് ചോദിച്ചു, കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്തു. അവനിപ്പോ പുതിയ ഷിപ്പ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രോബബ്ലി ദൈവാനുഗ്രഹം കൊണ്ട് 2 ദിവസത്തിനുള്ളിൽ അവന് പോവാൻ പറ്റും. ഈ 2 വിഷയം എനിക്ക് എന്റെ സാക്ഷ്യമായിട്ട് പറയാണ്. ആമേൻ. കർത്താവിന് നന്ദി. പ്രീസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വിഷയങ്ങൾ 2 കാര്യങ്ങളും, കർത്താവിന്റെ കാര്യങ്ങളും ബിസിനസിന്റെ കാര്യങ്ങളും സഹോദരന്റെ കാര്യങ്ങളും 2 കാര്യങ്ങളും കർത്താവിന്റെ കൃപയാൽ പ്രാർത്ഥനയാൽ തന്നെ അത് ക്രമീകരിക്കപ്പെടുവാൻ ദൈവകൃപയാൽ ഇടയായി തീർന്നല്ലോ. ആ തടസ്സങ്ങൾ ബിസിനസിന്റെ മേൽ മാറ്റി ദൈവം ഒരു അത്ഭുതം ചെയ്തല്ലോ. സഹോദരന് വേണ്ടി ദൈവം ചെയ്ത പ്രവർത്തിക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ആമേൻ. 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 പറഞ്ഞോ. നമ്മൾ ആ ലൈസൻസ് എടുക്കുന്ന കാര്യം ബ്രദറിനെ ഞാൻ പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അവര് ആ വന്ന ആള് ഇപ്പൊ ലൈസൻസ് എടുക്കുന്ന പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയായി. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു സുഹൃത്തിന് അയാളുടെ മുഖേന എല്ലാം ശരിയായി. ഇപ്പൊ അപ്പോയിന്റ്മെന്റിലൂടെ ലൈസൻസിന്റെ അത് കിട്ടിയിട്ടില്ല. അപ്പൊ 3 ദിവസം അവരങ്ങനെ പോയി വരുന്നതാണ്. ഒന്ന് ബ്രദർ അപ്പോയിന്റ്മെന്റ് ഇട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതെ, ബാക്കി പേപ്പേഴ്സും കാര്യമൊക്കെ ശരിയായി. അപ്പോയിന്റ്മെന്റ് വേണം. ഇവിടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് കിട്ടുള്ളൂ, ക്ലാസ് കിട്ടുള്ളൂ. 15 ദിവസമാണ് ക്ലാസ്, അത് കഴിഞ്ഞാലേ ടെസ്റ്റ് കിട്ടുള്ളൂ. ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചു. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ കർത്താവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ആ ലൈസൻസ് ലഭിച്ചതിന് നന്ദി പറയുന്നു. അതിന്റെ തടസ്സങ്ങളെ ഇപ്പോൾ തന്നെ ഞങ്ങളത് ബ്രേക്ക് ചെയ്യുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. ഈ ദിവസങ്ങളിൽ തന്നെ വലിയൊരു കൺഫർമേഷൻ അതിന്റെ മേലെ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹലോ, പറഞ്ഞോ. ബ്രദറെ, ഞാൻ ലവ്ലി ആന്റിയാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്ന ഒരു വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് വല്ലപ്പോഴൊക്കെ ഉള്ളൂ, ഒരു ദിവസമേ ഉള്ളൂ. പക്ഷെ അതിന്റെ പൈസയൊക്കെ കിട്ടാൻ ഇച്ചിരി താമസമാണ്. പക്കയാണ് പൈസയൊക്കെ, അവർക്ക് ഇഷ്ടം ഒരു 2-3 ആഴ്ചക്കുള്ളിലൊക്കെ ഇടത്തുള്ളൂ. പക്ഷെ ഞാൻ കഴിഞ്ഞ ഷെഡ്യൂളിൽ ചെന്നപ്പം എനിക്ക് പൈസ അവര് TA തന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ആന്റി ഇനി തരണം എന്നുണ്ടെങ്കിൽ അടുത്ത ഷെഡ്യൂൾ കഴിയുമ്പോഴേ അവർ കണക്കെടുത്തുള്ളൂ. അങ്ങനെയാണ് ചാനലിന്റെ നിയമം, അങ്ങനെയാണ്. അമൃത ചാനൽ അങ്ങനെയാണ്, അവരുടെ സ്വന്തം പ്രോജക്റ്റും ആയിരുന്നു. പക്ഷെ ഇന്നലെ അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ ഇവിടെ, ബ്രദറിനെ അറിയാലോ, ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട ഒരാളാണ്. വണ്ടിക്കൂലി ചോദിച്ചോ, പറഞ്ഞു വേലെടുക്കുന്നവർക്ക് വണ്ടിക്കൂലി ഇല്ലെങ്കിൽ തരാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് കടം മേടിച്ചത്, അത് അമ്മയ്ക്ക് കിട്ടിയ പെൻഷൻ അമ്മയോട് മേടിച്ചാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ചെന്നിട്ട് തിരിച്ചു പോരാൻ എൻ്റെ വണ്ടിക്കൂലി ഇല്ല. ഞാൻ ഓർത്ത് ഇവര് പൈസ തരുമായിരിക്കുന്നു, തന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു ബ്രദറെ. എൻ്റെ ആകെ 150 രൂപയുള്ളൂ. എനിക്ക് ഇവിടെ വരെ എത്തണമെങ്കിൽ 100-400 രൂപയോളം ആവും. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചപ്പോഴത്തേക്കിന് ഞാൻ അവസാനം അതിന്റെ ക്യാഷ്യറോട് വെച്ച്, മോനെ എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യ, എൻ്റെ തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഇല്ല മോനെ എന്ന് പറഞ്ഞു. അന്നേരം അവൻ എന്നോട് പറഞ്ഞു, ആന്റി എൻ്റെയിലും ഇല്ല, എനിക്കും അങ്ങനെ എടുത്ത് തരാനൊക്കത്തില്ല. പൈസ ബാങ്കിലുണ്ട്, പക്ഷെ നമുക്ക് നിയമം അങ്ങനെയാണ്. എനിക്കങ്ങനെ നാണക്കേടുമുണ്ട്, 500 രൂപ പോലും ഇല്ലാത്ത ഒരാളെന്ന്. പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇനി ആരോടും ചോദിക്കത്തില്ല, എനിക്ക് അവനോട് ചോദിക്കാൻ നിയമമുള്ളൂ. വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ എന്തോ വലിയ മക്കളൊക്കെ ജോലിക്കാരാ, അപ്പൊ അങ്ങനെയാണ് കരുതിയേക്കുന്നത്. അപ്പൊ എനിക്കിത് പറ്റുന്നില്ല. കർത്താവ് നീ തന്നെ എനിക്ക് വഴി കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടില്, കാനറ ബാങ്കിന്റെ അക്കൗണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം പെൻഷൻ ഒരിക്കലും കഴിഞ്ഞ 2 ദിവസം മുമ്പ് പെൻഷന് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ മാസം പെൻഷൻ കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ. ആടുജീവിതം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ പെൻഷൻ, നല്ല രീതിയിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് പെൻഷൻ കുറെ പെൻഡിങ് ഉള്ളവർക്കൊക്കെ കൊടുക്കണം, അതുകൊണ്ട് വൈകിയ പെൻഷൻ വരുവുള്ളൂ എന്നോട് പറഞ്ഞു. എനിക്കറിയില്ല ബ്രദറെ, ഞാൻ നോക്കുമ്പം എനിക്ക് പെൻഷൻ വന്ന് കിടപ്പുണ്ട്, തിരിച്ചു പോരാ. വണ്ടിക്കൂലി ഞാൻ ആരോടും വാങ്ങിക്കാതെ, എനിക്ക് അങ്ങനെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് അങ്ങനെ നോക്കാൻ തോന്നിയതും ആ അക്കൗണ്ടിൽ 4000 രൂപ വന്ന് കിടന്നു. തിരിച്ചു എനിക്ക് വലിയൊരു സാക്ഷ്യമാണത്. കാരണം ഞാൻ ആരോടാ ചോദിക്കുന്നത്, ചെറിയ കാര്യമായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ എനിക്ക് ആ സമയത്ത് ദൈവം എനിക്ക് കൊണ്ട് നോക്കാൻ തോന്നിയത് തന്നതും ഒരു വലിയ സാക്ഷ്യമാണ്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ. തീർച്ചയായിട്ടും മിസ്റ്റർ ആന്റി പറഞ്ഞ പോലെ തന്നെ വലിയ ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ സാമ്പത്തിക ഞെരുക്കത്തില്ല. പക്ഷെ എന്നാൽ ഇന്ന് വായ്പ മേടിച്ചപ്പോൾ നമ്മൾ കേട്ടതുപോലെ 500 രൂപ ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ തക്കവണ്ണം ആ മകനും ഇല്ല. അവനത് പറഞ്ഞ പോലെ തന്നെ അതില്ലാത്തവനെന്ന് പറയുന്നത് അവന് വലിയ നിന്നയാണ്. പക്ഷേ ഇന്ന് അവിടെ സ്ട്രഗിളിൽ നിൽക്കുമ്പം
ഇന്ന് നമ്മൾ കേട്ടതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കും വലിയ കാര്യമല്ല, പക്ഷേ അതിലൂടെ കടന്നു പോകുന്ന ആൾക്കത് വലിയ കാര്യമാണ്. ആ സമയത്ത് തക്ക സമയത്ത് തന്നെ ആ നന്മ കാണുവാനും അനുഭവിക്കുവാനും കർത്താവ് ഇടയാക്കി കൊടുത്തു. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. ആ സാക്ഷ്യത്തിനായി നന്ദി പറയുന്നു. ഇനിയും ദൈവം ഒരുക്കും. യഹോവ ഈരയാണ്, കർത്താവ് കരുതുന്ന ദൈവമാണ്. ആ സാക്ഷ്യത്തിന് നന്ദി. സാമ്പത്തിക ഞെരുക്കത്തിലിരിക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങളും പറഞ്ഞോണം, കർത്താവ് എനിക്ക് വഴി ദൈവമാണ്. നമുക്ക് പലപ്പോഴും പല മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും, പക്ഷെ ആദ്യം വരേണ്ട മുഖം ദൈവത്തിന്റെ മുഖമാണ്. എനിക്കൊരു കർത്താവുണ്ട്, ചോദിച്ചോണം. ഇന്ന് പ്രിയ ലൈലോന്റെ പറഞ്ഞതുപോലെ, കർത്താവ് എനിക്ക് വേറെ വഴിയില്ല, അങ്ങ് തുറക്കണം എന്ന് പറഞ്ഞാൽ ദൈവം തുറന്നിരിക്കും. അവൻ നന്മ തുറക്കും ദൈവമാണ്. ആമേൻ. സ്തോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞോ സിസ്റ്ററെ. ദേവദാസ് സ്നേഹവന്ദനം. ഇന്നലെ രാത്രികാലം ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറിയായിരുന്നു. അപ്പത്തേനും ഞാൻ ചില സമയത്ത് ഞാൻ ഇരുന്ന് കേൾക്കും, ചിലപ്പോൾ മേലാഴി കൊണ്ട് കിടന്ന് ഞാൻ കേൾക്കും. ഇന്നലെ ഞാൻ കിടന്ന് കേട്ടിട്ട് എനിക്ക് ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥയാണ്. തലവേദനയാണോന്ന് ചോദിച്ചെന്നാൽ അതുമല്ല, ദേഹത്തിന് വേദനയാണെന്ന് വെച്ചാൽ അതും അല്ലാത്തൊരവസ്ഥ. പിന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇനി കയറുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ കിടന്നു. പിന്നെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഇരിക്കാവുന്നോത്തോട്ട് വന്ന് ഇരുന്നിട്ട് പിന്നെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. എനിക്കൊന്നും എനിക്ക് പ്രസംഗം ഒന്നും കേൾക്കാൻ മേലാത്ത ഒരവസ്ഥ വന്നു. കുറച്ചു നേരം ഞാൻ എന്നാലും ഞാൻ ഇവിടെ ഇരിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ പ്രാർത്ഥനയുടെ സമയത്ത് പെട്ടെന്ന് ബ്രദറിനെ ഇങ്ങനെ പോലെ ചാലക്കുടിയിൽ ആ സിസ്റ്ററിന്റെ മരുമകന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ തലയ്ക്കകത്തുനിന്ന് പെരുവിരൽ വരെ എന്തോ ഇറങ്ങിപ്പോകുന്നത് ഒരവസ്ഥ. എനിക്ക് തണുപ്പ് എൻ്റെ ദേഹത്തോട്ട് വന്നിട്ട് ഊർന്നു പോകുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു വിടുതൽ കിട്ടിയിട്ട് നല്ലൊരു എനർജി ആയിരുന്നു. എനിക്ക് ഈ നേരം വരെ ആയിട്ട് ഇപ്പം ഒരു പ്രശ്നവും എനിക്ക് തോന്നുന്നില്ല ഈ നേരം വരെ ആയിട്ട്. പിന്നെ ഒരു സാക്ഷ്യം കൂടെ പറയാനുള്ളത് എന്തെന്നാ, എനിക്ക് കരൾ മുറിഞ്ഞ ആശുപത്രിയിലായിരുന്നു. എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആശുപത്രിയിൽ പോയി ടെസ്റ്റുകളെല്ലാം നടത്തി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ബ്ലഡ് ശരീരത്തിന് ആവശ്യത്തിനുണ്ട്, പൊട്ടാസ്യം ഉണ്ട്. പിന്നെ ജോലിക്കൊന്നും ഉടനെ പോകാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എനിക്ക് അടുത്ത മാസം മുതൽ എനിക്ക് ജോലിക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എൻ്റെ ഭവനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഭവനത്തിൽ ഒരുപാട് കടങ്ങളുണ്ട്, അതൊക്കെയും വീട്ടണം. ഭവനത്തിൽ ഇരുന്നാൽ അതൊന്നും നടക്കത്തില്ല. എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ കേട്ടതുപോലെ തന്നെ കർത്താവിന്റെ കൃപയാൽ ആ ഒരു ശരീരം ഒത്തിരി ക്ഷീണത്തിലും കേട്ടതുപോലെ തന്നെ പ്രാർത്ഥന കേൾക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സിസ്റ്ററുടെ മേൽ ആ ഒരു ദൈവപ്രവൃത്തി ഇറങ്ങുകയും ശരീരത്തിൽ നിന്ന് കേട്ടതുപോലെ തന്നെ വിട്ട് ഒഴിഞ്ഞു പോകുന്നത് പോലെ അനുഭവം ഉണ്ടായി. കർത്താവ് ഒരു ബലം കൊടുത്തു. കർത്താവ് കൊടുത്ത ആ സൗഖ്യത്തിനും വിടുതലിനും നന്ദി പറയും. ദിവസങ്ങളിൽ ആ സാമ്പത്തിക ഞെരുക്ക്, ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നതോടെ ഞാൻ പറയുന്നു, വിളിച്ചു വരുത്തിക്കോണം. പറയണം, കർത്താവ് എനിക്കുണ്ട്, എൻ്റെ ദൈവം സമ്പന്നനാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ എത്രയാണോ തുക ആവശ്യമുള്ളത്, ഞാൻ വീണ്ടും പറഞ്ഞു, എത്ര തുകയാണോ ആവശ്യമുള്ളത്, കർത്താവെ തരണേ എന്നല്ല, നമുക്ക് ധൈര്യത്തോടെ, നിങ്ങൾക്ക് നിറച്ച് നന്മയായിട്ടിരിക്കുന്ന ഒരു അപ്പൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പനോട് പോയിട്ട് അപ്പ എനിക്കൊരു 10 രൂപ നമ്മൾ ചോദിക്കത്തില്ലല്ലോ. ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, നാം ചോദിക്കുന്നതിൽ നമ്മൾ ചോദിക്കണം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. ആ പിതാവ് അമർത്തി കുലുക്കുന്ന ഒരളവ് നമ്മുടെ മടിയിൽ തരുന്ന പിതാവാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നേൽ തരുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ വ്യക്തമായി കർത്താവ് എനിക്ക് എന്തേലും തരണമെന്നല്ല, എത്രയാ വേണ്ടത് അപ്പൻ്റെ കയ്യിലുണ്ട്. നമ്മൾ അവകാശികളാണ്. എല്ലാവരോടും ഞാൻ പറയുന്നത്, ഈ ദിവസം ഫിനാൻഷ്യലി നെരുങ്ങുന്നവർ വിളിച്ചു പറഞ്ഞാൽ എനിക്കത് വേണം കർത്താവ് എന്ന് പറഞ്ഞാൽ അവൻ തുറന്നിരിക്കും. സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിച്ചിരിക്കും. കർത്താവ് കൊടുത്ത സാക്ഷ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗണ്ട് മാറ്റിയെന്ന് പറയാൻ വേണ്ടിയാണോ? മാറ്റി അല്ല, മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സൗണ്ടുകളെ ഒന്ന് മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വചനം ചേർത്ത് അത് പറയുക. നിങ്ങളുടെ കൺമുമ്പിൽ അത് തുറന്നു വരും. എല്ലാവരും, കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞാട്ടെ.